രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. 2019 പുറത്തു വന്ന ഒരു സംഭവമാണ്. പൊള്ളാച്ചിയിലെ കൂട്ടബലാത്സംഗ പരമ്പര. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200-ലധികം പേരെയാണ് 9 അംഗ സംഘം കുടുക്കി ബലാത്സംഗത്തിനിരയാക്കിയത്. മറ്റൊരു തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിൽ കളമൊരുങ്ങുമ്പോൾ സ്ത്രീ സുരക്ഷ തമിഴ്നാട്ടിൽ വീണ്ടും ചർച്ചയാകുന്നു. 2016 മുതൽ 19 വരെയുള്ള 3 വർഷം വിദ്യാർത്ഥികളും ടീച്ചറും യുവ ഡോക്ടറും അടക്കം ബലാത്സംഗത്തിനിരയായ 200-ലധികം സ്ത്രീകൾ. ഒരേ രീതിയിൽ ചതിയിലൂടെ വല നെയ്ത് സ്ത്രീകളെ ട്രാപ്പിലാക്കുന്ന വിദ്യ, പിടിക്കപ്പെട്ടവർക്കുള്ള രാഷ്ട്രീയ ബന്ധം, ഒപ്പം തമിഴ്നാട് സർക്കാരിന്റെ നിഷ്ക്രിയത്വം. പലതലങ്ങളിൽ രാജ്യം ചർച്ച ചെയ്ത ക്രൂരമായ സംഭവമായിരുന്നു പൊള്ളാച്ചിയിലെ കൂട്ടബലാത്സംഗം. സഹോദരിയെ ബലാത്സംഗം ചെയ്തവരെ കണ്ടെത്താനായി ഒരു യുവാവ് നടത്തിയ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. സംഘത്തിലെ ഒരുവന്റെ ഫോണിൽ നിന്ന് യുവാവ് കണ്ടെത്തിയത് 200-ലധികം സ്ത്രീകളെ പ്രതികൾ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ. യുവാവിന്റെ സഹോദരി പരാതി നൽകിയതിനെ തുടർന്ന് പൊള്ളാച്ചി പോലീസ് കേസെടുത്തു. AADMK അംഗങ്ങൾ പ്രതിപ്പട്ടികയിലുണ്ടെന്ന് വ്യക്തമായതോടെ അന്വേഷണം മന്ദഗതിയിലായി. സംസ്ഥാനത്താകെ പ്രതിഷേധം രൂക്ഷമായതോടെ സർക്കാർ കേസ് ആദ്യം CBCIDക്കും പിന്നീട് CBIക്കും വിട്ടു. CBI അന്വേഷണത്തിൽ 9 പേർ പിടിയിലായി. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളുമായി അടുത്ത് അവരെ കാറിൽ കയറ്റി കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് കണ്ടെത്തി. 6 വർഷം നീണ്ട വിചാരണയിൽ കോയമ്പത്തൂർ വനിതാ കോടതി പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ജയിലിലുള്ള പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ്. എടപ്പാടി പളനിസ്വാമി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നതിന് പ്രധാന കാരണമായിരുന്നു ഈ സംഭവം. തമിഴ്നാട്ടിൽ സർക്കാർ മാറിയിട്ടും സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് കുറവ് വന്നിട്ടില്ല. ഗാർഹിക പീഡനം ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പെൺകുട്ടി പീഡനത്തിനിരയായിട്ട് 1 വർഷമായിട്ടില്ല. പൊള്ളാച്ചി സംഭവം ഉയർത്തി അധികാരത്തിൽ വന്ന DMK സർക്കാരിനോട് അണ്ണാ സർവകലാശാലയിലെ പീഡനം ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരായ 100 അതിക്രമങ്ങൾ ചൂണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യമുയർത്തുന്നത്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.